മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനേഷ്, ഈ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കായിക രംഗത്തുള്ള പൊതുവെയുള്ള ചർച്ച. എന്താണ് തോന്നുന്നത്? മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തത ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 13 ലക്ഷം രൂപ കൊടുത്ത് അവിടെ കായിക മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പോവുകയും അർജൻറ്റീനയിൽ നിന്ന് മെസ്സിയും അതുപോലെ തന്നെ ടീമും ഇവിടേക്ക് വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശ രേഖ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. പക്ഷേ പിന്നീട് ഇപ്പോഴും അതിനൊരു വ്യക്തതയില്ല. മന്ത്രി പറയുന്നു മെസ്സി വരാം എന്ന് പറഞ്ഞതാണെന്ന്. അപ്പോഴത്തെ ഈ കളമശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയുണ്ട്, അവരെ സ്പോൺസർ 130 കോടി രൂപ കൊടുത്തതാണ്, മെസ്സി കളിക്കാൻ വരും എന്നൊക്കെ പറയുന്നു. അയാൾ കുറേ എന്തൊക്കെയോ നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത കുറേ കാര്യങ്ങൾ, ഒട്ടും പ്രായോഗികമല്ലാത്ത കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി മെസ്സിയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ എത്രത്തോളം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അർജൻറ്റീന ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ഇത് കൂടി പുറത്തു വന്നിരുന്നു. അതിൽ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള പറയുന്നത് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്, തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല, അല്ലേ? എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിന് ഇതിനകത്ത് എന്താണ് റോള് എന്നുള്ളതാണ്. അതായത് ഒരു ജനാധിപത്യ സർക്കാരാണ്. ഇത്തരം ഒരു ഫുട്ബോൾ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്ക് പിന്നിൽ ഉദ്ദേശങ്ങളുണ്ടാകണം. അത് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാവണം. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് മെസ്സിയുടെ വരവ് എത്രത്തോളം ഗുണം ചെയ്യും, അതിനെന്തൊക്കെ പദ്ധതികൾ, അല്ലാതെ മെസ്സി ഇവിടെ നമുക്കറിയാം മറഡോണ മുമ്പ് ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ ഒരു വന്നു പോക്ക് കൊണ്ട് ഈ കായിക മേഖലയ്ക്ക് എന്താണ് നേട്ടം, ഏത് ഗ്രൗണ്ടിലായിരിക്കും ഇവർ കളിക്കുക, ഇവർക്ക് പരിശീലനത്തിന് പറ്റിയ സൗകര്യങ്ങളുണ്ടോ, താമസം എവിടെയായിരിക്കും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു പ്രൊജക്റ്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു വാർത്താ കുറിപ്പ് പോലെ ഈ കാര്യങ്ങൾ പറയുകയും പിന്നീട് ഇപ്പോൾ മന്ത്രി കൈയൊഴിഞ്ഞു, അതിലാണ് തമാശ. അതായത് ഇപ്പോൾ സ്പോൺസറാണ് ഒപ്പിട്ടിട്ടുള്ളത്, കരാറിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനി ഒപ്പിട്ട കരാറിൽ സർക്കാരിന് എന്താണ് കാര്യം എന്നുള്ളതാണ് ഒന്ന്. സർക്കാർ അതിൻ്റെ നേട്ടമാണെങ്കിൽ സർക്കാർ എടുക്കാം, കോട്ടമാണെങ്കിൽ അത് സർക്കാരിന് ബാധ്യതയില്ല എന്നതാണ് മന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് തോന്നുന്നത്. നമുക്കറിയാം, ഇതേ കമ്പനി തന്നെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഈ 130 കോടി കൊടുക്കുന്ന ഒരു കമ്പനിക്ക് അതിനകത്ത് എന്തായിരിക്കും ലാഭം എന്നുള്ളതാണ്. ഇവരതിൻ്റെ പ്രചാരണം, പബ്ലിസിറ്റി, ആ കമ്പനിക്ക് കിട്ടുന്ന മാർക്കറ്റിംഗ് എല്ലാം ഉണ്ടാകാം. പക്ഷേ അങ്ങനെ സർക്കാർ കൈ കൊടുക്കുമ്പോൾ തിരഞ്ഞെടുത്ത ജനങ്ങളോട് സർക്കാരിന് ബാധ്യതയുണ്ട് ഈ കരാറിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ അത് ഫെയിലിയറായി എന്ന് പറയണം, അതല്ലെങ്കിൽ അത് വിജയമാകുമെന്ന് പറയണം. ആ ചാറ്റിൽ വിശ്വാസ്യതയില്ല എന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്, ആ മാർക്കറ്റിംഗ് ഹെഡുമായി നടത്തിയ ചാറ്റിൽ. അപ്പോൾ മാർക്കറ്റിംഗ് ഹെഡ് അതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാറ്റില്ല എന്ന് പറയുന്നൊന്നുമില്ല. അപ്പം ഇപ്പോഴും കേരള സർക്കാരല്ല ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ സർക്കാരിനാണ് ഉത്തരവാദിത്തം എന്താണ് ഈ ചാറ്റിൽ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് വയലേറ്റ് ചെയ്തിട്ടുള്ളത് കേരള സർക്കാരാണെന്ന്. അതിനകത്ത് ഈ മറഡോണയെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതേപോലെ വേണമെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാം ഒരു സ്പോൺസർ എന്നുള്ളത്. പക്ഷേ അർജൻറ്റീന പോലുള്ള ടീം ഇവിടെ വന്ന് കളിക്കണമെങ്കിൽ അതിൽ കൃത്യമായ ഫിഫയുടെ ഒരു മാർഗ്ഗനിർദ്ദേശം വേണം. ഒപ്പം തന്നെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഇത് വേണം. സാധാരണ നമുക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ സ്പോൺസർ എന്ന് പറയുന്ന കളമശ്ശേരിയുള്ള ഒരു കമ്പനിയുടെ സ്പോൺസർ കഴിഞ്ഞ ദിവസം ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്ന അയാൾ പറഞ്ഞത് ഒട്ടും പ്രായോഗികമല്ല പല കാര്യങ്ങളും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ നേരിട്ട് ഫിഫയുമായി ബന്ധപ്പെട്ടു. നമുക്കറിയാം, ഫിഫ എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അതൊരു വിൻഡോ, അതായത് ഒരു മത്സരത്തിൻ്റെ വിൻഡോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന മത്സരത്തിന് ഇന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പാരീസിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് പ്ലാൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഫിഫയ്ക്ക് ഒരു അന്തിമമായ തീരുമാനത്തിന് എടുക്കാൻ കഴിയില്ല. ഇതിൽ എടുക്കേണ്ടത് ഫിഫയുടെ അക്രഡിറ്റേഷനുള്ള കമ്പനികൾക്ക് മാത്രമാണ് സാധാരണ നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഈ ഏജൻസിയുമായി നേരിട്ട് ബന്ധപ്പെടാനോ അവരെ കൊണ്ടുവരാനോ കഴിയുക. ഇത് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കക്ഷി നേരിട്ട് ഞാൻ അർജൻറ്റീനയിലേക്ക് വിളിച്ചു എന്നുള്ള ഭാവത്തിലാണ് സംസാരിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, രാകേഷ് പറഞ്ഞ പോലെ തന്നെ സർക്കാരിന് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം, അല്ലെങ്കിൽ ഇത് കായിക മേഖലയ്ക്ക് എന്ത് സംഭാവന ഇതിനകത്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം. അതായത് അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 1,30,00,000 ആളുകൾ എന്തോ അണിനിരത്തി 1.5 കോടി ജനങ്ങളെ ആകെ 3.25 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. വെർച്വൽ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വെർച്വൽ വീഡിയോ ഉണ്ടാക്കുന്ന പോലെയല്ല. രാമനാട്ടുകര മുതൽ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന വളാഞ്ചേരിക്ക് ഇപ്പുറോ അല്ലെങ്കിൽ കോട്ടയ്ക്കൽ വരെ ഉണ്ടാവും. അത്രയും ആളുകൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ, ഈ 3.25 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ഇനിയിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്നോട്ടെ, ഈ 1 കോടി 1.5 കോടി ജനങ്ങളെ താങ്ങാൻ ആ ഒരു പ്രദേശത്തിന് കഴിയുമോ
എന്നതുൾപ്പെടെയുള്ള കാര്യം അത് അവരുടെ ചാനലിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിർച്വൽ വീഡിയോകളെല്ലാം പുറത്തു വിട്ടതാണ്. അതിനെ ഭയങ്കര ന്യായീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഈ ഒരു വ്യാജ വാഗ്ദാനങ്ങളിൽ ഇവർ വ്യാജ വാഗ്ദാനം നൽകാൻ മിടുക്കരാണെന്നുള്ളത് നമുക്ക് വയനാട് ദുരന്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതിൽ സർക്കാർ കൂപ്പ് കുത്തി വീണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മുടെ കായിക മേഖലയ്ക്ക് വലിയൊരു സംഭാവന ചെയ്യാനൊന്നുമല്ല. അവരെങ്ങനെ സ്വയം പുകഴ്ത്തി ഇങ്ങനെ ഞങ്ങൾ ആരോ ആണ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് പ്രതിപക്ഷം ഇതിനകത്ത് കൃത്യമായി കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യം, ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോൾ വളരാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളായി വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ച് അതെല്ലാം പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ISL ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്, അതൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം കുറേ കായിക താരങ്ങൾ ഉണ്ടാകുന്നു. ഈ മേഖലയിലേക്ക് വേണ്ടുന്ന ഫോക്കസിന് പകരം വെറുതെ ഒരു എന്താ പറയുക ലൈം ലൈറ്റിൽ കിട്ടാവുന്ന വെറുതെ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം നേട്ടത്തിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു ടൂള് പോലെ മന്ത്രിയെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അതിനെ കാണരുതായിരുന്നു. അവസാനം പറഞ്ഞതിലാണ് ഇനി സ്പോൺസറാണ് ഒപ്പിട്ടത്, നമ്മൾ ഒഴിഞ്ഞു. പക്ഷേ നേട്ടം കിട്ടുകയാണെങ്കിൽ അത് സർക്കാരിനാണ്. 130 കോടി രൂപ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ അയാൾ അതിനകത്ത് പറഞ്ഞൊരു ഭീഷണിയുണ്ട്, അതായത് മെസ്സി ഇവിടെ കളിച്ചില്ലെങ്കിൽ വേറെ എവിടെയും കളിക്കില്ല. ഇതേപോലെ ഒരു ഭീഷണി ഞാൻ കേട്ടത് 2-3 വർഷം മുമ്പാണ്. ഇയാൾ തന്നെ നടത്തിയതാണ്. അതായത് പിന്നെ ഞങ്ങളെ മരം പിടിച്ചവർക്ക്, ഞങ്ങളെ മുറിച്ച മരം പിടിച്ചവർക്ക് IFS കിട്ടില്ല, അവരെ ഇനി അവർ പ്രൊമോഷൻ കിട്ടില്ല, അവരെ ഞങ്ങൾ നിർത്തിപ്പൊരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതേ ഭാഷയാണ്. ഇത് മെസ്സി എവിടെ കളിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഈ ആൻഡോ അഗസ്റ്റിനെ പോലുള്ള ആളുകളല്ല ഇത് തീരുമാനിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാഗത്ത് ഭീഷണി, ഒരു കേരള ഫുട്ബോൾ അസോസിയേഷന് ഇതിനകത്ത് റോളുണ്ടോ? ഒന്നും കൃത്യമായി യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. ഏതായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മന്ത്രിക്ക് തന്നെ വ്യക്തതയില്ല. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ സ്പോൺസറും അതേ രീതിയിലാണ് പറയുന്നത്, കളിച്ചാൽ അവർക്ക് കൊള്ളാം എന്നുള്ളത്. ഇതിൻ്റെ ഭാവി എന്താകും, അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു വാർത്ത കൊണ്ട് കിട്ടേണ്ടുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുക എന്നതിനും അപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് പ്രബുദ്ധരായ മലയാളികളുള്ള ഈ നാട്ടിൽ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുക്കരുതായിരുന്നു. കൃത്യമായി സ്പെയിനിൽ പോയ തുകയുൾപ്പെടെ അതിനുൾപ്പെടെ മന്ത്രിയും കൂടെ മറുപടി പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.